വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയംകുളത്ത്. വിഷ്ണുമായ ചാത്തനും കരിങ്കുട്ടിയും എല്ലാം കല്ലടിക്കോട് വനമേഖലയിലെ അല്ലെങ്കിൽ കല്ലടിക്കോട് ആസ്ഥാനമായിട്ട് ജനനം ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ പിറന്നിട്ടുള്ളതാണ്. അത് പല ഭാവത്തിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലായിട്ട് വിഷ്ണുമായുടെ ചരിത്രം പറയുകയാണെങ്കിൽ കൂളിക്കുന്നമലയിലെ ഭഗവാൻ പരമേശ്വരൻ അദ്ദേഹത്തിൻ്റെതായ ചില കാര്യങ്ങൾക്ക് കൈലാസത്തിൽ നിന്ന് പോകവേ ഘോരമായിട്ടുള്ള വനത്തിൽ വെച്ച് ഒരു സ്ത്രീയെ കാണേണ്ടായി. പുലയസ്ത്രീ എന്ന് പറയില്ല, അത് അവളെ സ്വയം പരിചയപ്പെടുത്തിയിട്ടുള്ളതാ. അപ്പൊ അതില് നല്ലച്ഛൻ പരമേശ്വരൻ ചോദിച്ചു, നീ ആരാണ്? ഈ കാട്ടിൽ എന്താ നീ ഒറ്റയ്ക്ക് വന്ന് നിൽക്കാൻ കാരണം? അപ്പൊ പറഞ്ഞു, ഞാന് ജാതിയിൽ പുലയസ്ത്രീയാണ്, എൻ്റെ പേര് കൂളിവാക, എൻ്റെ വീടോട് അടുത്താണ്, ഇത് കൂളിക്കുന്ന മനാണ്, എൻ്റെ വീട് അടുത്ത് തന്നെയാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക ഈ പുലയസ്ത്രീ എന്ന് പറഞ്ഞാലും വളരെ കറുത്ത്, അതേപോലെ തന്നെ വളരെയധികം ഭംഗിയുള്ള ഒരു സ്ത്രീ ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ ശിവൻ വളരെയധികം ആകർഷണനായി. അദ്ദേഹം പറഞ്ഞു, വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു, എനിക്ക് താങ്കളെ എനിക്കിഷ്ടമായി, എൻ്റെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം സാധിപ്പിച്ചു തരണം, അതുകൊണ്ട് ഞാനൊരു കാര്യത്തിന് പോകണം, പോയി വരുന്നത് വരെ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ശിവന്റെ വാക്കാണ്, അതിന് മറുവാക്കില്ല, തട്ടിക്കളയാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം സമ്മതിച്ചു. അപ്പൊ അതില് എന്താണെന്ന് വെച്ചാല് അദ്ദേഹത്തിന് അങ്ങനെയുള്ളൊരു ചിന്ത ആളുടെ മനസ്സിൽ, ഇഷ്ടം ആളുടെ മനസ്സിലില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം എന്ത് പറഞ്ഞു പറഞ്ഞാല്, ഈ കൂളിവാക എന്ന് പറയുന്ന അമ്മ ശ്രീ പാർവതീനെ കൈത്തൊഴുതുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു വിളിച്ചു. അപ്പൊ അങ്ങനെ പാർവതി സങ്കടം കേട്ടു. അദ്ദേഹം പറഞ്ഞു, എന്താ വരണു കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ പരമേശ്വരൻ, ഞാൻ എൻ്റെ വിറകുണ്ടാക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് പോകുന്നത്, യാദൃശ്ചികമായിട്ട് ഞങ്ങൾ കണ്ടുമുട്ടി, അദ്ദേഹം എന്നെ മാതിരി ആവശ്യം പറഞ്ഞിരിക്കുന്നു, ഞാൻ എന്താ ചെയ്യണ്ടേ അമ്മേ എന്ന് പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാനിതാ അവിടേക്ക് എത്തി, ഇതാ വരണമെന്ന് പറഞ്ഞു. ഈ നിമിഷം നേരം കൊണ്ട് തന്നെ അദ്ദേഹം ആ വനത്തിലേക്ക് വന്നു. കൂളിവാകയുടെ എല്ലാ ആഭരണങ്ങളും പാർവതി വാങ്ങിച്ച് അണിഞ്ഞു. സ്വയം കൂളിവാകായി, കൂളിവാക ഒറിജിനൽ കൂളിവാക മാറി. ആ കൂളിവാകയുടെ രൂപത്തില് പാർവതി നല്ലമ്മ അവിടെ നിന്നു. അപ്പൊ ഈ ബന്ധത്തില് ഇവർ തമ്മിലുള്ളതായ ശാരീരിക ബന്ധത്തിലുണ്ടായിട്ടുള്ളതാണ് വിഷ്ണുചാത്തൻ. 400 കൊച്ചു കുട്ടിച്ചാത്തന്മാരാണ് അന്ന് ഉണ്ടാവുന്നത്. അപ്പൊ അതില് അയ്യപ്പസ്വാമിക്ക് പറയുന്നത് പോലെ തന്നെ അയ്യപ്പസ്വാമിക്ക് വേറൊരു പേരുണ്ട്, കയ്യപ്പൻ, കൈ കൊണ്ടെടുത്തിട്ടുള്ള മകൻ എന്നാണ് പറയുന്നത്. അത് പ്രസവത്തിൽ കൂടിയല്ല, തൊട കീറിയിട്ട് അതിൽ നിന്നെടുക്കുക എന്നാണ് പറയുന്നതാണ് സങ്കല്പം. അതേപോലെ തന്നെ ഈ പാർവതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ പിണ്ഡം അല്ലെങ്കിൽ ആ സംഗതി എല്ലാം വാരിയെടുത്തത് ആ കാട്ടിൽ തന്നെ, കൂളിക്കുന്ന മരത്തിൽ തന്നെ മുക്കോണിൽ കുഴികുത്തി അതെല്ലാം അതിൽ നിക്ഷേപിച്ചു. എന്നിട്ട് മന്ത്രതന്ത്രാദികളോടുകൂടി ഇത്ര നാഴിക എന്നുണ്ട്, അത് കഴിയുമ്പോഴാണ് അതിന്ന് ആ സമയത്തേക്ക് മഹാവിഷ്ണു വന്നെത്തി. ദേവീദേവന്മാരുടെ സാന്നിധ്യത്തോടുകൂടി പരമശിവ നല്ലച്ഛൻ അതിന്റെ മന്ത്രത്തോടു കൂടി ജപിച്ച് കൈകൊട്ടി വിളിച്ചു എന്ന് പറയണത്. അങ്ങനെ 400 കൊച്ചുകുട്ടിച്ചാത്തന്മാര് ഈ ത്രികോണത്തില്, മുക്കോണില് കുഴികുത്തി അതിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന കുട്ടി അവിടുന്ന് അങ്ങനെ അവര് കൊമ്പത്ത് തകതക താളം പിടിച്ച് ചാത്തൻ പോത്തിന്റെ പുറത്ത് ആണ് ചാത്തൻ കയറി വരുന്നത്. അങ്ങനെ വന്നതിന് ശേഷം അതാണ് ചാത്തന്റെ വിഷ്ണുമായുടെ ജനനം പറയുന്നത്. എന്നിട്ട് അതിനെ വളർത്തുന്നതാണ് നേരത്തെ നമ്മൾ കണ്ടിരുന്ന കൂളിവാക, ഒറിജിനൽ കൂളിവാക. അപ്പൊ ഇതില് ഇങ്ങനെ സംയോഗത്തിൽ കൂടി ഒരു അസുരനെ നിഗ്രഹിക്കേണ്ടതുണ്ട്. അപ്പോ ഓരോ ജനനത്തിലും അതിന് പ്രത്യേക സ്ഥാനങ്ങള്, പ്രത്യേക രീതിയിൽ കൂടി ജനിക്കുന്ന മക്കളിൽ കൂടിയാണ് ഇന്ന മാതിരി ജലന്ധരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുരനുണ്ട്. അസുരനെ നിഗ്രഹിക്കണമെങ്കിൽ ഇങ്ങനെ മനുഷ്യ സ്വരൂപത്തിൽ കൂടി ഉണ്ടാകുന്ന ദേവനും അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. അതിൽ കൂടി ജനനത്തിൽ കൂടി ഉണ്ടാകുന്ന മകനെ ആണ് ഇവനെ വധിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു വരം നേരത്തെ ഉണ്ട്. അതിൻ പ്രകാരമാണ്
വിഷ്ണുവായി ഉണ്ടാവുന്നത്. അങ്ങനെ വിഷ്ണുവായൻ ദേവലോകത്തെത്തലും അവിടുത്തെ കാര്യനിർവഹണത്തിന് ശേഷം ഭൂമിലോകത്ത് വന്ന് സങ്കടക്കാർക്ക് അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ആചരിച്ചിരുത്തുന്ന അവരുടെ വീട്ടിൽ സന്തോഷത്തോടു കൂടി ഇരുന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് നല്ലച്ഛന്റെ നിർദ്ദേശപ്രകാരമാണ് പരമേശ്വരൻ ഈ വിഷ്ണുവായ ഇവിടെ ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം ആദ്യം ചെന്നെത്തുന്നത് വളരെ രസകരമായിട്ടുള്ളതായിരുന്നു. ഈ വിഷ്ണുവാചാത്തൻ അപ്പൊ അതങ്ങനെ വിഷ്ണുവായുടെ ജനനത്തിന്റെ രീതി അതങ്ങനെ പറഞ്ഞു വെച്ചു. പിന്നെ കരിങ്കുട്ടിയുടെ പറയുമ്പോ കരിങ്കുട്ടിയും വിഷ്ണുവായും ഒന്നാണ്. ഏറ്റവും മൂത്തത് ചേട്ടനും അതേപോലെ തന്നെ കൂടിവാക തന്നെയാണ് അമ്മ എന്നുള്ളൊരു പലവരും പല ചാനലിലും പറയുന്നുണ്ട്. അതായത് വിഷ്ണുവായും കരിങ്കുട്ടിയും ഒരേ ജനനത്തില് അല്ലെങ്കിൽ ഒരേ പ്രസവത്തിൽ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഉണ്ടായതാണ് ശിവന് കൂടിവാക്കി ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നത്. അത് തെറ്റാണെന്നാണ് അറിവുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് മലവാരത്തമ്മ കല്ലടിക്കോട് കരിനീലി എന്ന് പറയുന്നത് ആ അമ്മ ഇതേപോലെ തന്നെ കാട്ടില് നിൽക്കുന്ന സമയത്ത് പരമേശ്വരൻ അദ്ദേഹം ഈ അർജുനുമായിട്ടുള്ളതായ പാശുപതാസ്ത്രം കൊടുക്കാനായിട്ട് കാട്ടാളന്റെ രൂപത്തില് വേഷം മാറി അദ്ദേഹം കാട്ടിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്താണ് ഈ കരിനീലി എന്ന കല്ലടിക്കോട് കരിനീലി എന്ന അമ്മേനെ കാണുന്നതും അതിൽ നിന്നുള്ള ബന്ധത്തിൽ നിന്നുണ്ടാവുന്നതാണ് കരിങ്കുട്ടി. കാളിമകൻ കരിങ്കുട്ടി അല്ലെങ്കിൽ കല്ലടിക്കോട് കരിനീലി മകൻ കരിങ്കുട്ടി. ആ കരിങ്കുട്ടിക്കും പോത്ത് തന്നെയാണ് വാഹനം. ചിലവർ പറയുന്നുണ്ട് കാളയാണ്, അല്ല. അതേപോലെ തന്നെ മുടിയങ്കോലാണ് അദ്ദേഹത്തിനുണ്ടാവുക. മുടിയങ്കോല് അത് പല ഹിന്ദു കുടുംബങ്ങളിലും പഴയ മുടിയങ്കോല് കാണാം. കൂടുതൽ ഇതിനെ ആചരിച്ചു വെച്ചിരുന്നത് പുലിയന്മാരാണ്. അതും ജാതി പറഞ്ഞിട്ട് ഇതൊക്കെയല്ല, അവരാണ് കൂടുതൽ ഈ നേരത്തെ ബന്ധം പറഞ്ഞു പുലയസ്ത്രീ എന്നുണ്ടായിട്ടുള്ളതാണ് എന്നുള്ളത്. ഇന്ന് നമ്മൾ ബ്രാഹ്മണിക്കലൊക്കെ ആയിട്ട് പറയുമ്പോൾ അതല്ല ഇതെല്ലാം നമുക്ക് പറഞ്ഞാൽ പല തരത്തിൽ കൊണ്ടെത്തിക്കുന്നുണ്ട്. പക്ഷെ പുലയസ്ത്രീയാണ് വിഷ്ണുവായുടെ അമ്മ, അല്ലെങ്കിൽ ആ രൂപത്തിലാണ് ആ സമ്പ്രദായത്തിലാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ കൂടുതൽ ആചരിക്കുന്നത് പുലയന്മാരെ അവരുടെ വീട്ടിലൊക്കെ പഴയ ആളുകളുടെ വീട്ടിലൊക്കെ കാണാം മുടിയങ്കോല്, അതും കമ്പി കൊണ്ടൊക്കെ ചുരുട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. പീഠം ഉണ്ടാവും, മുക്കോണ് പീഠം ഉണ്ടാവും, അല്ലെങ്കിൽ ആ മുക്കോണ് പീഠം അതിൻ്റെ അടുത്ത് ഇത് കാണാം. വിഷ്ണുവായിക്കാണെങ്കിൽ കുറുവടിയ ചലമ്പുവടി കിട്ടിയിട്ടാണ് വിഷ്ണുവായ നിൽക്കുന്നത്, ചലമ്പുവടി. പക്ഷെ കരിമുട്ടിക്ക് മുടിയങ്കോല ആ കന്നിനെ മാടി നിൽക്കുന്ന രൂപത്തിലുള്ളത്. അപ്പൊ ഇതാണ് വിഷ്ണുവായും കരിങ്കുട്ടി തമ്മിലുള്ള ബന്ധം. രണ്ടും രണ്ടാണ്. അതിൽ 10 കുറെ 400 കൊച്ചുകുട്ടി ചാത്തന്മാരുണ്ടെങ്കിലും കരിങ്കുട്ടി വേറെയാ, അമ്മ വേറെയാണ്, കരിനീലിയാണ്. അപ്പൊ ഈ കരിനീലി അതൊരു എന്താണ് പ്ലാവിൻ ചോട്ടില് കാരമുള്ളിന്റെ മീതാണ് പ്രസവിച്ചിട്ട് എന്നൊക്കെ പറയാം കരിങ്കുട്ടീനെ. അപ്പൊ ഈ കരിങ്കുട്ടിക്ക് ശരി വിഷ്ണുവായിക്കായാലും അതിൽ ഉത്തമത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ അയത്തൊന്നും കിട്ടപ്പോൾ അതിൽ ഉത്തമത്തിലുള്ള കർമ്മങ്ങളാണ് ചെയ്യുന്നത്, അതിൽ സന്തോഷിക്കുന്നുണ്ട്. എന്നാൽ മധ്യമകർമ്മമാണ് കരിങ്കുട്ടിക്കായാലും വിഷ്ണുവായിക്കായാലും ഉചിതമായിട്ടുള്ളത്. അവർ കാടൻ രീതി അനുസരിച്ച് കാട്ടിലുള്ളവർ പറഞ്ഞിട്ടുള്ളത് അവിടുത്തെ ഭക്ഷണ രീതി അനുസരിച്ച് അവർക്ക് ഇറച്ചി കുട്ടിവെച്ചത് അല്ലെങ്കിൽ പച്ച വെച്ചത് നിവേദിച്ചത്, അതുപോലെ കോഴിച്ചോര, അതുപോലെ കള്ള്, ഇതൊക്കെയാണ് അവരുടെ വിശിഷ്ട ഭോജ്യങ്ങൾ. ആ വിശിഷ്ട ഭോജ്യങ്ങൾ തന്നെ ആണ് ഈ പല മുത്തച്ഛന്മാര് കല്ലടിക്കൂട് പോയി പടിമാനം കഴിഞ്ഞ് ഉപാസന ചെയ്ത് വന്നിട്ട് ഈ കരിങ്കുട്ടീനെ ഉപാസിച്ചിട്ടുള്ളവരുണ്ട്, ചാത്തനെ ഉപാസിച്ചിട്ടുള്ളവരുണ്ട്. അവരും അവരുടെ വീട്ടിൽ വന്ന് പടിഞ്ഞാറ്റിക്കത്ത മണിമന്ദിരത്തില് അവർ കുടിയിരുത്തുമ്പോൾ അവർക്ക് കിട്ടാവുന്നതന്നെയുള്ളൂ ഏത് ഈ പച്ചിറച്ചിയും അല്ലെങ്കിൽ ചുട്ടതോ വറുത്തതോ, അതേപോലെ തന്നെ മീൻ കോർമ്പ, വിഷ്ണുമായുടെ തോറ്റത്തിൽ പറയുന്നത് മീൻ കോർമ്പ, ഇതൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് നീതിക്കുന്നത്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതാണ്. എന്നാൽ അത് ബ്രാഹ്മണിക്കലായിട്ട് ചിന്തിക്കുമെന്ന് പറയാൻ ഇതൊന്നും അവിടേക്ക് എടുപ്പിക്കില്ല. അവർക്ക് അവലോ മലരോ ഇളനീരോ പഴയ ശർക്കര ഇത്യാദികളാണ് ഒഴിക്കുക. അപ്പൊ അത് ആരാണോ ആചരിക്കുന്നത് അവരുടെ മനസ്സ് പോലെ അവരുടെ ആ രീതി പോലെ വിഷ്ണുവായി അവർക്ക് തുണയായി നിൽക്കുന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അപ്പൊ അത് ആര് വിളിച്ചാലും അവരുടെ ഉചിതമനുസരിച്ച് അല്ലെങ്കിൽ സാഹചര്യം അനുസരിച്ച് അദ്ദേഹത്തിന് പൂജിച്ചാലും കൃത്യമായിട്ട് വിഷ്ണുവായ ചാത്തനായാലും ശരി, കരിങ്കുട്ടിയോ ഇനിയിപ്പോ അതിൽ പെട്ടതാണ് വിഷ്ണുവായിൽ പെട്ടതാണ് പറക്കുട്ടി, അതിൽ തന്നെ ഒരുപാട് കുട്ടികളുണ്ട്. 400 കൊച്ചു 390 ചാത്തന്മാരുണ്ട്. അതിൽ പല രൂപത്തിലും പലതരത്തിലും ഓരോരുത്തർ ആചരിക്കുന്നുണ്ട്, വെച്ച് ആരാധിക്കുന്നുണ്ട്. അപ്പൊ ഈ കരികുട്ടിയും വിഷ്ണുവായും രണ്ടും രണ്ടാണ്. രണ്ടുപേരെയും ഓരോ കുടുംബത്തിലും വെച്ച് ആരാധിക്കുന്നത്. രണ്ടുപേർക്കും വ്യത്യസ്ത കഴിവുകളാണ്, വ്യത്യസ്ത അഭിരുചികളാണ് അവർക്ക്. രണ്ടുപേരും പുറത്ത് തന്നെയാണ് അവരുടെ വാഹനം തന്നെയാണ്. അപ്പൊ ഈ കരികുട്ടിയിലെയും ഈ വിഷ്ണുവായും തമ്മിലുള്ളതായ കാര്യങ്ങൾ
പലരും അറിയാത്തവരുണ്ട്, അവർ ചോദിച്ചിരുന്നു. അപ്പോൾ അത് അവർ ഒറ്റയ്ക്ക് സംശയം പറഞ്ഞതിനായിട്ട് കൂടുതൽ ഇങ്ങനെ വീഡിയോയിൽ കൂടി പറയും, യൂട്യൂബിൽ കൂടി പറയുമ്പോൾ അതെല്ലാവർക്കും പരക്കെ മനസ്സിലാകും. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.